വർഗീയ പരാമർശവുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി 400 സീറ്റുകൾ നേടി വീണ്ടും അധികാരത്തിലെത്തിയാൽ ഗ്യാൻവാപി മസ്ജിദ് പൊളിച്ച് കൃഷ്ണക്ഷേത്രം പണിയുമെന്ന് ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞു. ദില്ലിയിലെ ബി.ജെ.പി തെരഞ്ഞെടുപ്പ് റാലിയിലായിരുന്നു ഹിമന്ത് ബിശ്വ ശർമ്മയുടെ വർഗീയ പരാമർശം. സ്വാതി ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. സ്വാതി, കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലെത്തി അസമിൻ്റെ മുഖ്യമന്ത്രിയായ ഹിമന്ത് ബിശ്വ ശർമ്മയാണ് ഇപ്പോൾ ബി.ജെ.പിയിൽ ഏറ്റവും അധികം വർഗീയ വിഷം തുപ്പുന്ന നേതാവായി മാറിയിരിക്കുന്നത്. ഒരു തവണയല്ല, 2 തവണയല്ല, പലതവണ ആദ്യം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. हमारा साथ 300 सीट था, हमने क्या किया? हमने राम मंदिर का प्राण प्रतिष्ठा किया कि नहीं किया? किया ना, 100% किया ना. अगर 300 सीट में राम मंदिर का प्रतिष्ठा हुआ तो 400 सीट में कृष्ण जन्मभूमि भी बनेगा कि नहीं बनेगा? बनाना है कि नहीं? मथुरा में कृष्ण जन्मभूमि बनाना है ना. औरंगजेब ने कृष्ण जन्मभूमि में शाही ईदगाह बना के दिया था. एक तो बाबर ने बाबरी मस्जिद बनाया था अयोध्या में, औरंगजेब ने कृष्ण जन्मभूमि में शाही ईदगाह बनाया था. आज अभी समय आया कि नहीं? ईदगाह का जगह में वहां में भी भव्य मंदिर बनाने का समय आया है कि नहीं? आप लोग बताइए. बनाना चाहिए कि नहीं बनाना चाहिए? कृष्ण जन्मभूमि बनाना चाहिए ना. ज्ञानवापी मस्जिद का जगह में मंदिर बनना चाहिए कि नहीं बनना चाहिए? चाहिए कि नहीं बनना चाहिए? तो कांग्रेसी लोग सुन लो, 300 में मोदी जी राम मंदिर बनाया है, 400 में मोदी जी कृष्ण जन्मभूमि भी बनाएगा और ज्ञानवापी मस्जिद का जगह में मंदिर भी बनेगा. ദില്ലിയിൽ നിന്ന് സ്വാതി ചേരുന്നു. സ്വാതി, പഴയ കോൺഗ്രസ്സുകാരനാണ് ഇപ്പോൾ ബി.ജെ.പിയിലെ ഏറ്റവും കൂടുതൽ വർഗീയ വിഷം തുപ്പുന്ന വാക്കുകൾ വമിക്കുന്നത് ഹിമന്ത് ബിശ്വ ശർമ്മയുടെ നാവിൽ നിന്നാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത്? ഷമ്മി, ഇതുപോലെ ബി.ജെ.പി നേതാക്കളുടെ ഭാഗത്തുനിന്ന് നിരന്തരമായ വർഗീയ പരാമർശങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഈ വർഗീയ പരാമർശത്തിൽ വലിയ അതിശയമൊന്നും തോന്നേണ്ട കാര്യമില്ല. കാരണം കഴിഞ്ഞ പ്രചാരണങ്ങളിലുടനീളം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ തുടരുന്നൊരു സാഹചര്യമുണ്ട് ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ബി.ജെ.പി 400 സീറ്റ് നേടി വീണ്ടും അധികാരത്തിലെത്തിയാൽ കൃഷ്ണ ജന്മഭൂമിയിൽ ക്ഷേത്രം പണിയുമെന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 300 സീറ്റ് നേടിയാൽ അയോധ്യയിൽ രാമക്ഷേത്രം പണിയുമെന്ന വാഗ്ദാനം ബി.ജെ.പി സർക്കാർ നൽകിയിരുന്നു. അത് നിറവേറ്റും എന്നുമാണ് ഇപ്പോൾ ഹിമന്ത സൂചിപ്പിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഔറംഗസീബ് കൃഷ്ണ ജന്മഭൂമിയിലാണ് ഷാഹി ഈദ്ഗാഹ് പണിഞ്ഞിട്ടുള്ളത്. അവിടെ ക്ഷേത്രം പണിയാനാണ് തീരുമാനം. മാത്രമല്ല, അധികാരത്തിൽ എത്തിക്കഴിയുമ്പോൾ ഗ്യാൻവാപി പള്ളി പൊളിച്ച് ആ സ്ഥാനത്തും ക്ഷേത്രം നിർമ്മിക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ ദില്ലിയിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് റാലിക്കിടെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ പ്രചാരണങ്ങളിലുടനീളം 2ാം ഘട്ടം മുതൽ ഇത്തരത്തിൽ ബി.ജെ.പിയുടെ വിവിധ നേതാക്കളിൽ നിന്നും ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിനെതിരെ വിവിധ പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മോദിയുടെ വർഗീയ പരാമർശം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ചെന്നെങ്കിലും അതിലൊന്നും തന്നെ ഇതുവരെയും നടപടി എടുക്കാത്തൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഇത്തരം വിഷയങ്ങളിൽ ഈ വിമർശനം ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ ബി.ജെ.പി നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ പരാമർശം നടത്തിയിരുന്നു. എന്തായാലും ഈ വലിയ രാഷ്ട്രീയ തന്ത്രങ്ങളൊക്കെ പിഴച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ പോളിംഗ് ശതമാനം, ഇതൊക്കെ വലിയ തരത്തിൽ ആശങ്കയായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് വീണ്ടും വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാമെന്ന ആഗ്രഹം തന്നെയാണ് ബി.ജെ.പിക്കുള്ളത്. അതുകൊണ്ട് മാത്രമാണ് മറ്റു കാര്യങ്ങളിലുള്ള ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഇത്തരം വർഗീയ പരാമർശങ്ങൾ നിരന്തരമായി നടത്തുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ഷമ്മി, സ്വാതിയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.